നിങ്ങൾക്ക് രുചി തരുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ആരോഗ്യം തരില്ല. നിങ്ങൾക്കൊരാശുപത്രിയും ആരോഗ്യം തരില്ല. അവിടെ നിങ്ങൾക്ക് പരിചരണം കിട്ടും. ഡോക്ടേഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് അരി മേടിച്ച് കഴിക്കും. കസ്റ്റമറിനോട് അരി കഴിക്കാൻ പറയുകയല്ല. കാര്യം കസ്റ്റമറിനോട് അത് പറഞ്ഞാൽ കസ്റ്റമർ ഡോക്ടർക്ക് ഭ്രാന്താണ്, ഡോക്ടർ അരി കഴിച്ച അസുഖം പോകും, ഡോക്ടർ മരുന്ന് തരാൻ പറയും. ഞാൻ ഈ അരി മാത്രം വിറ്റ ആളല്ല, അല്ലെങ്കിൽ ഈ കൃഷിയിൽ മാത്രം നിന്നയാളല്ല. ഞാൻ എൻ്റെ മോനെ വീട്ടിലാണ് പ്രസവിച്ചത്, ചെറിയ മോനെ. അപ്പം നമ്മൾ ഒരു ശുദ്ധ ഭക്ഷണ ജീവിത രീതി പ്രചരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്ത് കാണിച്ചു കൊടുത്തരാം, പ്രൂവ് ചെയ്തവരാ. അപ്പോൾ എൻ്റെ അടുത്ത് മാതൃഭൂമി അതൊരു സൺഡേ സപ്ലിമെൻ്റ് ആയിട്ട് ചെയ്തു, പ്രസവാനന്ദം എന്നും പറഞ്ഞു. അതിൽ ഞാൻ സീറോ സ്പേം ഉള്ളവർക്ക് കുഞ്ഞുങ്ങളുണ്ടായ കഥകളുണ്ട്. ഡയറ്റ് കൊടുത്തിട്ട് ഇന്നും ഞാനൊരു പേയ്മെൻറ്റ് മേടിച്ചോ ഇതൊന്നും അല്ല, എല്ലാം ഫ്രീ സർവീസ്. അവരൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്ന് ഓർത്താൽ. ദോഷമൊന്നുമില്ലല്ലോ, നമ്മൾ ഒരു മരുന്ന് ഊതി കൊടുക്കുവോ അത് കഴിക്കുക ഇത് കഴിക്കുന്ന പറയൊന്നുമില്ല. 41 ദിവസം പഴം മാത്രം കഴിക്കുക, പഴങ്ങൾ, പച്ചക്കറികൾ, കരിക്കും വെള്ളം. എനിക്ക് ഓർമ്മയിൽ പിന്നെ ഒരു 42 വയസ്സുള്ള സ്ത്രീ വന്നിട്ടുണ്ട്, മാതൃഭൂമിയുടെ സൺഡേ സപ്ലിമെൻ്റ് കണ്ടിട്ടാണ്. അപ്പോൾ അത് കണ്ടിട്ട് അവരെന്നെ ഫോണിൽ വിളിച്ചു. ഞാൻ അവരോട് നേരിട്ട് വരാൻ പറഞ്ഞു, ബോംബെയിൽ നിന്ന് വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എനിക്കൊരു ഓവറി ഇല്ല, മാരിറ്റൽ റേപ്പിൽ എൻ്റെ പീരീഡ്സ് നിന്നുപോയി, പക്ഷേ എനിക്ക് കുട്ടിയെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം. പക്ഷേ അവിടെയാണ് പ്രകൃതി സത്യങ്ങൾ, അതായത് നിങ്ങളുടെ തീക്ഷ്ണമായ ആഗ്രഹം നിങ്ങളെ എന്ത് നേടിയെടുക്കും നമ്മൾ പറയുമ്പോൾ അതൊരു വാക്കായിട്ട് അല്ലെങ്കിൽ ഒരു പഴമൊഴിയായിട്ട് വിചാരിക്കണ്ട, സത്യമാകും അത്. എൻ്റെ അടുത്ത് ആദ്യം വന്ന് ഇവരിയ്ക്കുമ്പോൾ ഇവരുടെ സെക്കൻഡ് ഹസ്ബൻഡ് അവരുടെ കൂടെയുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു, ഐ നീഡ് ടു ടോക്ക് വിത്ത് യു ബട്ട് നോട്ട് നൗ. എന്നെ ചെന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഹസ്ബൻഡിന് അത്ര ആഗ്രഹമില്ല, ബിക്കോസ് അയാൾക്കൊരു കുട്ടിയുണ്ട്, പക്ഷെ എനിക്കൊരു കുട്ടി വേണം. എന്നെ എല്ലാ ഹോസ്പിറ്റലും തഴഞ്ഞു. അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഓൾറെഡി യു ഡോണ്ട് ഹാവ് പീരിയഡ്സ്, പിന്നെ ഒരു ഓവറിയുമില്ല എന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് കുട്ടിയെ വേണം, എനിക്ക് ഒരു ഡയറ്റ് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഭക്ഷണക്രമം മാറ്റിക്കൊടുത്തു. 45 വയസ്സിൽ പെൺകുട്ടി ഉണ്ടായി അവർക്ക്. അങ്ങനെ ഒരുപാട് പേര്. അതാ ഞാൻ പറഞ്ഞേ, നമ്മൾ ഒരു ഉൽപ്പന്നം വിറ്റ് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കി കാറ് മേടിച്ചു വീട് വെച്ചു, ഇതൊന്നും ആയിരുന്നില്ല എൻ്റെ സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തന മേഖല അത് മാത്രമായിരുന്നില്ല. അതിലൂടെ എനിക്കൊരാളിലേക്ക് ചിലപ്പോൾ ചെല്ലാൻ പറ്റുള്ളായിരിക്കും. ആരോഗ്യം എനിക്ക് വിൽക്കാൻ പറ്റില്ലല്ലോ, ഞാൻ ആരോഗ്യം തരുന്ന ആളല്ല, ഞാനൊരു ആരോഗ്യ വിദഗ്ധയല്ല, ഞാനൊരു ഡോക്ടറല്ല, ഒന്നുമല്ല. പക്ഷെ ഞാൻ തരുന്ന ഭക്ഷണത്തിലൂടെ എനിക്ക് ആരോഗ്യം തരാം എന്നുള്ള ആശയം എനിക്ക് കൈമാറാമായിരുന്നു. ആ ആശയത്തിലൂടെയാണ് പലരെയും ഞാൻ ആരോഗ്യ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. ആരോഗ്യമായ ജീവിതം എന്ന് പറയുന്നത് കൃഷിയിലും കൂടെ അടിസ്ഥാനമാണെന്ന് നമ്മൾ പറഞ്ഞത്. 10-13 പേരുടെ പ്രസവത്തിൻ്റെ ഒപ്പം നിന്നിട്ടുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി അവരെ ഞാൻ തലോടി പാട്ട് കേൾപ്പിച്ച്, ഞാനൊന്നും ചെയ്തിട്ടില്ല, വലിച്ചു പിടിച്ച് കൊച്ചിനെ പുറത്തിറക്കും, ഒന്നും ചെയ്യണ്ട, നോർമൽ. പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വളർന്നതോടുകൂടി എനിക്കതൊക്കെ ഭയമായി തുടങ്ങി. നമ്മളെവിടെയും തെറ്റുകാരിയാവാൻ പാടില്ലല്ലോ, എൻ്റെ നല്ല മനസ്സുകൊണ്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ആരും നാളെ കീറി മുറിക്കരുതെന്നുണ്ട്, അതിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരിവിടെ ഉണ്ട്. നന്നായി ജീവിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, നല്ല തലമുറ ഉണ്ടാവണം. നമ്മുടെ കുട്ടി കുടിക്കുന്ന മുലപ്പാൽ വരെ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടന്റ് ഇല്ലേ? മൈക്രോ പ്ലാസ്റ്റിക്സ് ആണ്. നമ്മൾ എന്തുകൊണ്ട് സ്വയം അതൊരാൾക്ക് തോന്നുന്നില്ല? വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ ഈ വീട്ടിൽ വാങ്ങിക്കുന്ന മാംഗോ ജ്യൂസിൻ്റെ ഒക്കെ കുപ്പിയിൽ ഡെയിലി വെള്ളം കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ വൺസ് യൂസിനാണ്, ഡിസ്ട്രോയ് ചെയ്യേണ്ട സാധനമാണ്. അതിൽ ഡെയിലി വെള്ളം കൊണ്ടുപോയി കുടിക്കുക, ചൂടുവെള്ളം വരെ അതിൽ വേണം ഒഴിച്ചു കൊണ്ടുപോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ആ സ്വയം ചിന്തിക്കാനുള്ള കഴിവ് പോലും നഷ്ടപ്പെട്ടു പോയത്? നമ്മുടെ സിസ്റ്റത്തിലൊന്നും അതില്ല. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അടുക്കളയിൽ കൊണ്ടുപോകും, മണ്ണ് വാരിക്കും, പാടത്തിറക്കും, അവിടെ മണ്ണ് കുഴപ്പിക്കാൻ പറ്റാത്തവരെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകും, യു ഇന്ത്യൻസാണ്, നിങ്ങൾ വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ പറയും. അപ്പോൾ അങ്ങനെയൊന്നും ഇതാകാതെ ഏതോ ഒരു ലോകം നിങ്ങൾക്കുണ്ട്, അവിടെ പണത്തിനാണ് പ്രാധാന്യം. നിങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത് പണം കൊടുത്തും കിട്ടാം, മിഥ്യാധാരണയാണ്. അതിലേക്കാണ് നമ്മൾ നമ്മുടെ തലമുറയെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നിന്നുള്ള കുഞ്ഞുങ്ങളെല്ലാം കൂടെ വിദേശ രാജ്യങ്ങളിലോട്ട് പോകുന്നത്. അത് മാത്രമല്ല ഘടകങ്ങൾ, അവരുടെ സ്വാതന്ത്ര്യങ്ങൾ, ഇഷ്ടങ്ങൾ, അതിനൊക്കെ കുറച്ചും കൂടെ നല്ലത് പുറത്താ എന്ന് വിചാരിക്കും. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ തോട്ട്സ് അത് ഭക്ഷണത്തിലുണ്ടായിരുന്നു. നമ്മൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണം ഇതാണ്, ഉച്ചയ്ക്ക് ഇതാണ്, വൈകിട്ട് ഇങ്ങനെയാണ്. മനുഷ്യൻ്റെ ശരീരം വിശ്രമത്തിൽ മാത്രമാണ് തകരാറുകൾ പരിഹരിക്കുന്നത്.
അതുകൊണ്ടാണ് പഴങ്ങളും പച്ചക്കറികൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ക്യൂർ ആകുന്നത്, ഹീലിംഗ് തരുന്നത്. പണ്ട് ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ എന്തൊക്കെ കഴിക്കരുതെന്ന് പറയുമായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു ഡോക്ടർ അങ്ങോട്ട് ആരും പോകത്തില്ല. ഭക്ഷണം എന്ന് പറയുന്ന ഒരു സെക്ടർ, അത് കൈകാര്യം ചെയ്യുന്നവർ സത്യസന്ധരും ശുദ്ധരുമല്ലെങ്കിൽ ഒരു സമൂഹം എന്താവും? അനാരോഗ്യത്തിൻ്റെ പിടിയിലായിപ്പോൾ. അതാകാതിരിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തി, എളിയ ശ്രമം. പരാജയപ്പെട്ടത് ഞാനിപ്പോൾ ഒരു 1-ാം നിലയെന്നല്ല വീണത്, ഒരു 10-ാം നിലയിൽ വീണ അനുഭവമാണ്. പക്ഷേ എനിക്ക് പേടിയോ സങ്കടമോ ഒന്നും അതിലില്ല. മാം, ഒരു എളിയ ശ്രമം എന്ന് പറയുമ്പോഴും ഈ ഒരു ലോങ് പ്രോസസ്സിന് എനിക്കൊരു ഫുഡ് റവല്യൂഷണറി മൂവ്മെൻറ്റ് പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇത്തരം കാര്യങ്ങളിൽ അടിയുറച്ച് നിന്ന് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്വന്തം ലൈഫ് പോലും സാക്രിഫൈസ് ചെയ്ത് നിന്ന് ചെയ്യുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമായിട്ട് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ബേബി ഫുഡിലടക്കം മായവും വിഷവുമാണ്. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് ഗതികേട് കൊണ്ട് കഴിക്കേണ്ടി വരുന്നൊരു സമൂഹമുണ്ട്. പക്ഷേ മറുപുറത്ത് ഇപ്പം മാമിനെ പോലെ അത്തരം അറിവുകളും അത്തരം പ്രൊഡക്ട്സുമായിട്ട് മുന്നിലേക്ക് വരുന്നവരുമുണ്ട്. പക്ഷേ അവർ പല കാരണങ്ങൾ കൊണ്ടും എന്താ പറയണ്ടത്, ചിലപ്പോൾ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തുള്ള മാർക്കറ്റിങ്ങിൻ്റെ ഒരു അഭാവമായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ അത്തരം വലിയ ബ്രാൻഡുകൾ ഇത്തരം കോടികൾ ഇറക്കി വലിയ സ്റ്റാർസിനെ കൊണ്ടുവന്ന് ചില പരസ്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ മുങ്ങിപ്പോകുന്നതായിരിക്കാം അല്ലേ? എന്ത് തോന്നുന്നു അത്തരം കാര്യങ്ങൾ? ആ പറഞ്ഞതാണ് എനിക്കൊക്കെ സംഭവിച്ച ഒരു പരാജയത്തിൻ്റെ ഒരു മുഖ്യ കാരണം അതാണ്. അതായത് ഇന്നിപ്പോൾ ഒരു ഉൽപ്പന്നം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് എൻ്റെ കയ്യിലുണ്ട് എന്നറിയിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വലിയ തുക മാർക്കറ്റിങ്ങിന് സ്പെൻഡ് ചെയ്യണം. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ മാത്രമല്ല, വിവിധ തരം മാർക്കറ്റിങ്ങുകളിൽ സ്പെൻഡ് ചെയ്യണം. വ്യക്തികൾക്ക് കൊടുക്കേണ്ടി വരും, മനസ്സിലായി, ഇൻഫ്ലുവൻസേഴ്സിന് കൊടുക്കേണ്ടി വരും. അതൊക്കെ അവരുടെ കഴിവാണ്. ഇപ്പോൾ ഒരാൾ എന്നെ കൊണ്ട് എൻ്റെ പ്രൊഡക്റ്റ് ഇങ്ങോട്ട് വന്ന് നോക്കിക്കേ, ഞങ്ങളുടെ അരി കണ്ടോ, എനിക്കിതൊന്നും പറയാനറിയില്ല, എന്നെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ് അത്. അങ്ങനെ ഒരാൾ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ട്, അത് അവരുടെ കഴിവാണ്, അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. അതേസമയം എനിക്ക് പറയാൻ പറ്റുന്നത്, നിങ്ങൾ കഴിക്കുന്ന അരിയിൽ റിച്ച് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ വിറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ഇതിങ്ങനെയാണ് ചെയ്തത്, ഇത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നവിടം വരെ ഞാൻ ചെമ്പി പുഴുങ്ങിയിട്ടുണ്ട്, പരമ്പിൽ ഉണക്കിയിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിൽ തരുന്നവിടം വരെ നിങ്ങളുടെ ഒരു വീട്ടിലെ കൃഷിയിലൂടെ നിങ്ങൾ എങ്ങനെ കഴിക്കുന്ന ഈ ഉൽപ്പന്നമാണ് ഞാൻ തരുന്നത്, എനിക്ക് ഇങ്ങനെ പറയാനേ അറിയുള്ളൂ. അതേസമയം ഇതിനെ ഭയങ്കര എക്സാഗ്രേറ്റ് ചെയ്ത് ഇതിനെല്ലാവരും ഇത് കാണുമെന്നൊക്കെ എനിക്കറിയില്ല. അപ്പോൾ എന്നോട് എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നവർ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ബോസി ആയിട്ട് ഇരുന്ന് കാര്യങ്ങൾ പറയും. ഞാൻ എനിക്കിതേ അറിയുള്ളൂ. ഞാൻ പണ്ട് വിപ്ലവ പ്രസംഗങ്ങളൊക്കെയാണ് നടത്തിയിരിക്കുന്നത്. ഞാൻ പിന്നെ ഇൻക്ലാബ് സിന്ദാബായും പിന്നെ നാടിന് വരുത്തണ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെന്നൊക്കെ പറഞ്ഞത് എന്നെ സംബന്ധിച്ച് എനിക്ക് എന്നാൽ അതിന് വേറൊരു രസമുണ്ട്. ഞാൻ പഴയ മിമിക്രിക്കാരിയും കൂടെ ആയിരുന്നു. ഞാൻ സ്കൂൾ കോളേജ് തലങ്ങളിൽ മിമിക്രി മോണാക്ടിന് ഫസ്റ്റാ. ഈ പണിയും എനിക്കറിയാം. ഞാൻ എൻ്റെ സ്കൂൾ കാലങ്ങളിലെല്ലാം ഈ ഫസ്റ്റ് ഒരാൾക്ക് ഞാൻ കൊടുത്തിട്ടില്ല. മോണോആക്ടിന് ഫസ്റ്റ് എനിക്കാ. ക്ലാസ്സിലെ എല്ലാ ടീച്ചേഴ്സിനും ഇമിറ്റേറ്റ് ഞാൻ ഇപ്പോഴും ചെയ്യും കേട്ടോ. ഞാൻ ഒരാളോട് മിണ്ടിയാ വെച്ചിട്ട് കഴിയുമ്പോൾ അയാളെ അനുകരിക്കും. ഈ രണ്ടും മുഖം എനിക്കുണ്ട്. വളരെ നന്നായി തമാശ പറയാനും ആസ്വദിക്കാനും എനിക്കറിയാം. പക്ഷെ അതെനിക്ക് ഈ പ്രൊഫഷണലിൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ അറിയില്ല. അപ്പം ഞാൻ പറയണത് അതിൽ ഒരു പരാജയം എനിക്കുണ്ട്.